ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KMAT എക്സാം അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. KMAT കാർഡിന്റെ അഡ്മിറ്റ് കാർഡിനെ പറ്റി സംസാരിക്കുന്നു. ഇനി അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് എങ്ങനെ ലഭ്യമാകാം എന്നുള്ള വിവരം നമ്മൾ സംസാരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള KMAT ട്രെയിനിങ്ങിന്റെ കോണ്ടന്റ് അങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാക്കാം. അസസ് ചെയ്യാനുള്ള മാർഗം എന്താണ്? മോക്ക് ടെസ്റ്റുകൾ ചാനലിൽ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതെങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാകാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് തിങ് 3 കാര്യങ്ങൾ സംസാരിക്കുന്നു. KMAT അഡ്മിറ്റ് കാർഡ് ഔട്ട്, ട്രെയിനിങ്, മോക്ക് ടെസ്റ്റ്. മുമ്പ് നമ്മൾ വീഡിയോ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ഓൺലി ഇൻഡെപ്ത് വീഡിയോസ് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ KMAT എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഹാൾ ടിക്കറ്റിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടിരിക്കുന്ന വെബ്സൈറ്റ് ആണ് www.ce.kerala.gov.in. എക്സാം കഴിഞ്ഞാലും എക്സാമിന്റെ റിസൾട്ട് വരുന്നവരെയും പിന്നീട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയം വരെയും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് www.ce.kerala.gov.in. അപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ് ഇവിടെയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട പുതിയ എന്തെങ്കിലും ഗവൺമെന്റ് ഓർഡേഴ്സ് വരുന്നുണ്ടോ എന്നത്. ഇത്തവണ നോക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷനിൽ കാണുന്നത് അഡ്മിഷൻ ടു MBA കോഴ്സ് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്, പ്രസ് റിലീസും ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിൽ കൊടുക്കുന്നു, പ്രസ് റിലീസ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു. പ്രസ് റിലീസ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്യാൻ ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് നല്ലതാണ്. രണ്ടും നോക്കാം. എന്താണ് പ്രസ്? അപ്പോൾ ഈ പ്രസ് റിലീസ് പറഞ്ഞിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് 22-ാം തീയതി നടക്കുന്ന എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. www.ce.kerala.gov.in. എങ്കിൽ കുറച്ച് അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് 2 മണിക്ക് മുമ്പായിട്ട് 20-ാം തീയതി 2 മണിക്ക് മുമ്പായിട്ട് അതിന്റെ ചില ഡിഫക്ട്സുകൾ ഉള്ളതുകൊണ്ടാണ്, ആപ്ലിക്കേഷൻ ചില ഡിഫക്ട്സുകൾ ഉള്ളതുകൊണ്ടാണ്, അല്ല തെറ്റുകൾ ഉള്ളതുകൊണ്ടാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മണിക്ക് മുമ്പ് അത് കറക്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ www.ce.kerala.gov.in പോവുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന മെനു ഐറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് എക്സാമിന് കൊണ്ടുവരേണ്ടതാണ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് അഡ്മിറ്റ് കാർഡ് കൊടുക്കുക. പ്രിഫറബിളി കളർ പ്രിന്റ് എടുത്തോളൂ. അഡ്മിറ്റ് കാർഡ് കളർ പ്രിന്റ് ഓഫ് ദി അഡ്മിറ്റ് കാർഡ് ഈസ് പ്രിഫറബിൾ ഫോർ ദ പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ കാൻഡിഡേറ്റ്സ്. അപ്പം കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, കളർ പ്രിന്റ് എടുക്കണോ സാർ? കളർ പ്രിന്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. കളർ പ്രിന്റ് തന്നെ എടുത്തോളൂ. അഡ്മിറ്റ് കാർഡ് ഹാവ് നോട്ട് ബീൻ ഇഷ്യൂഡ് ടു ദ കാൻഡിഡേറ്റ് ഹു ഹാവ് യെറ്റ് ടു റെമിറ്റ് ദ ബാലൻസ് ആപ്ലിക്കേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ എന്തെങ്കിലും ബാലൻസ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫക്ട്സ് കറക്റ്റ് ചെയ്യാത്ത ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ട് കറക്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്നൊരു സമയമുണ്ട്. 20-ാം തീയതി 2 മണി വരെ സമയമുണ്ട്. 20-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് 17 എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെനുവിൽ ലോഗിൻ ചെയ്യും. മെമ്മോ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. മെമ്മോ എന്ന് പറയുന്ന ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. മെമ്മോ ഡീറ്റെയിൽസ് വന്നിട്ട് ആൾക്കാർ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. മറ്റേതെങ്കിലും വിവരങ്ങൾക്ക് വേണ്ടി അവരെ കോൺടാക്ട് ചെയ്യാൻ മെയിൽ ID ഒക്കെ തന്നിട്ടുണ്ട്. അഗെയിൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ടു നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് അപ്പം നമ്മുടെ KMATന്റെ എക്സ്ക്ലൂസീവ് വീഡിയോസ്, ട്രെയിനിങ്സ്, മോക്ക് ടെക്സ്റ്റുകളൊക്കെ ഇൻഡെപ്ത് വീഡിയോ സഹായിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ ലഭ്യമാണ്. അതൊരു വളരെ മിനിമം റേറ്റ് 89 per month എന്ന രീതിയിൽ. അപ്പോൾ ഒരു മാസത്തേക്ക് മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക. അതിന് ക്യാൻസൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഈ എക്സാം കഴിഞ്ഞ ഉടനെ GD ഇന്റർവ്യൂ, GDയുടെ ടിപ്സുകൾ, പ്രധാനപ്പെട്ട GD ടോപ്പിക്സ് തുടങ്ങിയ വീഡിയോസുകളും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ എക്സാം തുറന്നുള്ള അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്തരം മെമ്പർഷിപ്പ് എന്ന് റിമൈൻഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നു 89 per month. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ്, ഷോർട്സ്, മെമ്പേഴ്സ് ഓൺലി മോക്ക് ടെസ്റ്റ് എക്സെട്ര നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. 89 rupees per month. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ മറ്റേതൊരു ഓപ്ഷൻസോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. സോ താല്പര്യമുള്ളവർ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ.